ജീവനെടുത്ത ആ പെട്ടിയോട്ടോയുടെ മുകളിൽ ഇപ്പോഴും ഹൈസിൻ എന്ന പേര് തെളിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷെ ആ പേരിന് ഉടമയായ 6 വയസ്സുകാരൻ ഇനി ഉപ്പയുടെ കൂടെ യാത്രകൾക്കില്ല എന്ന സത്യം ചാലുശ്ശേരി ആലിക്കര ഗ്രാമത്തിന് ഇന്നും വിശ്വസിക്കാനായിട്ടില്ല. വെറുമൊരു മകനായിരുന്നില്ല ഹൈസിൻ. ഉപ്പ ഹനീഫയ്ക്ക് അവൻ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനായിരുന്നു. ഉപ്പ എവിടെ പോയാലും നിഴല് പോലെ ഹൈസിനും കൂടെയുണ്ടാകും. ഇന്നും പതിവ് പോലെ മീൻ പിടിക്കാനായി പാടത്തേക്ക് പോകാൻ ഉപ്പയ്ക്കൊപ്പം ഓട്ടോയുടെ മുൻസീറ്റിൽ കയറിയതായിരുന്നു ഹൈസിൻ. എന്നാൽ വിധി ഒരു തുറന്ന വാതിലിന്റെ രൂപത്തിൽ ആ കുഞ്ഞിന്റെ ജീവൻ കവർന്നെടുത്തു. യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഓട്ടോയുടെ വാതിൽ തുറന്നുപോയതും ഹൈസിൻ റോഡിലേക്ക് തെറിച്ചു വീണതും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. സ്വന്തം കൺമുന്നിൽ തന്റെ മകൻ വണ്ടിക്കടിയിലേക്ക് വീഴുന്നത് കാണേണ്ടി വന്ന ആ പിതാവിന്റെ അവസ്ഥ വാക്കുകൾക്കും അപ്പുറമാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഹൈസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോയുടെ മുകളിൽ തന്റെ പേര് എഴുതി വെച്ചത് കണ്ട് സന്തോഷിച്ചിരുന്ന ഹൈസിൻ ഇന്ന് ആ ഓർമ്മകളെപ്പോലും കരയിപ്പിച്ചുകൊണ്ടാണ് യാത്രയായത്. എല്ലാ യാത്രകളിലും ഉപ്പയ്ക്ക് തുണയായിരുന്ന ആ കൊച്ചു കൂട്ടുകാരന്റെ വേർപാട് ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇനി ആ ഓട്ടോ ഓടുമ്പോൾ ക്യാബിനിൽ ആ കൊച്ചു കുസൃതി ഉണ്ടാകില്ല. എങ്കിലും ആ വണ്ടിക്ക് മുകളിൽ ഹൈസിന്റെ പേര് മായാതെ കിടപ്പുണ്ട്, ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.